നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നു മുതൽ 10th ലെവൽ എക്സാംസിൻ്റെ 10th ലെവൽ പ്രിലിംസ്, മെയിൻസ് അങ്ങനെയുള്ള 10th ലെവൽ എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് എന്ന രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഡിഗ്രി ലെവലിൽ നമ്മൾ ഡീപ്പായി തന്നെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ 2025 നടക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 1 ആണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീ പ്രകാരമാണ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വീട്ടമ്മമാർക്ക് കേട്ടുകൊണ്ടിരിക്കാനും അങ്ങനെയൊക്കെ ഇപ്പോൾ എഴുതി പഠിക്കാൻ അല്ലെങ്കിൽ വായിച്ച് പഠിക്കാൻ പറ്റാത്തവർക്ക് ഇത് കേട്ട് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നമുക്ക് ആദ്യം പഠിച്ചു പോകാം. ഓക്കെ, അധികമൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ശരിയായവയാണ് ചോദിച്ചിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തേത്, 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അപ്പോൾ വൈകുണ്ഠ സ്വാമിയെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഇതിലേതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഏതാണ് വരുന്നത്? ബി. 2, 3, 4 മാത്രമാണ് ശരി. ഏതൊക്കെയാണ്? അയ്യാവഴി എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത എന്താണ്? അയ്യാവഴി എന്നറിയപ്പെടുന്നു. പിന്നെ അരുൾ നൂൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഒന്നുകൂടിയും പറയാം, വൈകുണ്ഠസ്വാമിയെ സംബന്ധിച്ച് ശരിയായതിൽ ഏതൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിൻ്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെപ്പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടെ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. കുറിച്യർ കലാപം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിക്കേണ്ടായി അല്ലേ? ഡിഗ്രി ലെവലിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തെറ്റായത് നമുക്ക് പ്രസ്താവനകൾ നോക്കാം. കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിൻ്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം എന്താണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അത് മാറിപ്പോരുത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി. 2ഉം 3ഉം തെറ്റാണ്. എന്താ 2ഉം 3ഉം പറയുന്നത്? കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ നിയോഗിച്ചു എന്നാണ്. തെറ്റല്ലേ? കലാപത്തിൻ്റെ നേതാവാണ് രാമനമ്പി. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. നമുക്ക് ശരിയായിട്ടുള്ളത് പഠിച്ചു പോകാം. എന്താണ്? കുറിച്യർ കലാപം നടന്നത് 1812 വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതാണ് മുദ്രാവാക്യം. അത് രണ്ടും ഇവിടെ നിന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇവിടെയും ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ് കേട്ടോ. എന്തൊക്കെയാണ് പ്രസ്താവനകൾ നോക്കാം. സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? എല്ലാം ശരിയാണ്. അപ്പോൾ 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാൻ കാങ്ങിനെ കുറിച്ച് ശരിയായിട്ടുള്ളതിൽ ഏതൊക്കെയാണ്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. ആദ്യത്തെ ദക്ഷിണ കൊറിയനും ആദ്യത്തെ ഏഷ്യൻ വനിതയുമാണ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അപ്പോൾ ഈ 2 രചനകളും കൂടി നോക്കി വയ്ക്കാം. എന്താണ്? ദി വെജിറ്റേറിയനും ദി വൈറ്റ് ബുക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. നമുക്ക് ഓപ്ഷൻസ് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ശരിയായ ജോഡിയാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ഏതൊക്കെയാണ്? 85
ശരിയായിട്ടുള്ളത് പഠിച്ചു പോവാം. 1885 INC സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പുണ്ടായി. 1929 എന്താണ് ലാഹോർ സമ്മേളനം അല്ലേ. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇതും ബ്രിക്സായി റിലേറ്റ് ചെയ്ത് എന്താണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? 1ഉം 4ഉമാണ്. ബ്രിക്സ് രൂപം കൊണ്ടത് 2009 പിന്നെയോ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 16ാമത്തെ ഉച്ചകോടി. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISRO സ്ഥാപിച്ചത് 1998 ഇതിൻ്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ്. ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ISROയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി 3ഉം 4ഉം ശരിയാണ് അല്ലേ. എന്താണ് ഇതിൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? വിക്രം സാരാഭായി ആണ്. പിന്നെ തിരുവനന്തപുരത്ത് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നു. ISRO സ്ഥാപിച്ചത് 1969. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഏതാണ്? അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായത്? 1ഉം 2ഉം 3ഉം. അതായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ്. പിന്നെയോ 1924 ഒക്ടോബർ 12 ആരംഭിച്ചു. 1939 എന്ത് ചെയ്തു? അത് നിരോധിക്കുകയും ഉണ്ടായി. ഓക്കെ. അപ്പോൾ അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. പിന്നെയോ 1924 ഒക്ടോബർ 12 ആരംഭിച്ച് 1939 അത് ബ്രിട്ടീഷ് സർക്കാർ ആ പത്രം എന്ത് ചെയ്തു? നിരോധിക്കുകയുണ്ടായി. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ, വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു, ഓടക്കുഴൽ അവാർഡ് D വിനയചന്ദ്രൻ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? തെറ്റായതാണ്. അപ്പോൾ തെറ്റായത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ D 4 മാത്രം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കി. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. പിന്നെ വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കേരള ജ്യോതി പുരസ്കാരം MK സാനു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? ശരിയായിട്ടുള്ള കാലഗണനാക്രമത്തിൽ എഴുതുക. ഓക്കെ. അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. അങ്ങനെ 4 തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ A ആണ്. എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് മലബാർ കലാപം, പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, പിന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം, അവസാനം അതിർത്തി ഗാന്ധിയുടെ മരണം. 10ാമത്തെ ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? നമുക്ക് പ്രസ്താവനകൾ നോക്കാം. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേ ആണിത്. അങ്ങനെയാണ് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ പ്രസ്താവനയാണ്. ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ C ആണ്. എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത് നോക്കി. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ് 2017 ജൂൺ 17 അത് കറക്റ്റാണ്, ജൂൺ 17. ഇനി KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്, അതും ശരിയാണ്. ഇനി കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് ഇത് കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അടുത്തത് കൈബുൾ ലെംജാവോ
ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണിപ്പൂരാണ്, മണിപ്പൂർ. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ളതായിരുന്നു. അപ്പോൾ കേട്ട് പഠിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം ഞാൻ 2 തവണ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ്? അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പാക്കിയ ആദ്യത്തെയാണ് ഏതാണ്? അഹമ്മദാബാദ്. ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെൻറ്റ് സംവിധാനം നടപ്പാക്കിയ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലേ, കാർഷിക കാലത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും. ഏതാണ്? ഖാരിഫാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. അവശിഷ്ട പർവ്വതം റോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. അപ്പോൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് അഥവാ റെസിജ്വൽ പർവ്വതത്തിന് ഉദാഹരണം ഏതാണ്? ആരവല്ലി. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആരവല്ലിയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കുന്നില്ല കേട്ടോ. ഇനി ക്രിസ്റ്റലൈൻ കായാന്തരിത ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ്, റെഡ് സോയിലാണ്. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലയിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ഏതാണ്? ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിലാണ്. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. ഒന്നും കൂടി നോക്കാം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം, അതായത് ചെമ്പ്, അതൊക്കെ കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്, മധ്യപ്രദേശ്. ഇനി കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ് കേട്ടോ, ആന്ത്രാസൈറ്റ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ഓക്കെ ആയാലും. അപ്പോൾ ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ് അത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്, വെട്ടിച്ചൂട്ട് കൃഷി അല്ലേ, അത് മെക്സിക്കോയിൽ അറിയപ്പെടുന്നതാണ് മിൽപ്പ എന്ന് പറയുന്നത്. മിൽപ്പ. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം എന്നാണ് പറയുന്നത്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. എന്താണ്? ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് ചിപ്കോ പ്രസ്ഥാനം. ഓക്കെ, വനസമ്പത്ത്. ഇനി 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടതെന്നാണ്? അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടതെന്നാണ്? 1937 അത് 57 എന്തായി മാറി? കേരള സർവകലാശാലയായി മാറുകയുണ്ടായി. സ്പീഡൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. ഈ ഒരു സെഷൻ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള കാര്യവും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നമുക്കറിയാം. ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതിയാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ അല്ലാത്തത് ഏതാണ്? വേദാധികാര നിരൂപണം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ഏതൊക്കെയാണെന്ന് നോക്കിയേ? ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. ഏതൊക്കെയാണ്? ദൈവദശകം, നവമഞ്ചരി, ദർശനമാല. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് നവംബർ 11 ബന്ധപ്പെട്ടിരിക്കുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ് അല്ലേ? ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്.
ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലഭിക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. ലഭിക്കാത്തത്. അപ്പോൾ നമുക്ക് ലഭിച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പം മലയാള സാഹിത്യകാരൻ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരന്മാരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായരും ONV കുറുപ്പും. അപ്പോൾ ഇതൊക്കെ നമ്മൾ റിലേറ്റഡ് ഫാക്ട് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ വർഷവും കാര്യങ്ങളൊക്കെ പഠിക്കണം. അത്രയും നമ്മൾ പോകുന്നില്ല. ഓൾറെഡി നമ്മൾ ഡിഗ്രി ലെവൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കുറേ കാര്യങ്ങൾ അതിൽ ആഡ് ഓൺ ആയി വരുന്നതാണ്. ഇപ്പം നമ്മൾ കുറിച്യർ കലാപം അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുവല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതാണ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ വിദ്യാഭ്യാസ ബന്ധവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാധാകൃഷ്ണൻ കമ്മീഷൻ, രംഗനാഥ മിശ്ര കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, മുഖർജി കമ്മീഷൻ. ഇതിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 1ഉം 3ഉം അല്ലേ. രാധാകൃഷ്ണൻ കമ്മീഷനും അതോടൊപ്പം തന്നെ കോത്താരി കമ്മീഷനും. അടുത്ത ചോദ്യം, തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേഭാഗ എവിടെയാണ്? ബംഗാൾ. തേഭാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ശ്രദ്ധിക്കാം. ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് എവിടെയാണ്? ട്രാൻകിബാർ. എവിടെയാണ്? ട്രാൻകിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? സംഭവവും വർഷവുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തെറ്റായതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം കുണ്ടറ വിളംബരം 1809, ആറ്റിങ്ങൽ കലാപം 1721, കുളച്ചൽ യുദ്ധം 1741, കുറിച്യർ കലാപം 1810. ഏതാണ് തെറ്റായത്? കുറിച്യർ കലാപം 1810 നമ്മൾ ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെയാണ് കുറിച്യർ കലാപത്തിൻ്റെ കാര്യം? കണ്ടോ, ഇവിടെ നമുക്ക് കറക്റ്റ് അറിയാമെങ്കിൽ. ഇപ്പം ഇതിൽ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശരിയായിട്ട് 1812 രണ്ടും നമുക്ക് അല്ലേ ഇത് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എവിടെ പോയി? തെറ്റായത് കുറിച്യർ കലാപമാണ്, 1812. അപ്പോൾ ശരിയായി നമുക്ക് പഠിക്കാം. 1809 ഇത് കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721. 21 ആറ്റിങ്ങൽ കലാപം, 41 കുളച്ചൽ യുദ്ധം. അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ഇവിടെ മൗലിക ചുമതലയാണ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയായതാണ്. നമുക്ക് നോക്കാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശം ഇല്ലായിരുന്നു. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി, 1ഉം 3ഉം ശരിയാണ് അല്ലേ. എന്തൊക്കെയാണ് ശരിയായത് നമുക്ക് പഠിച്ചു പോവാം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലയെ പറ്റിയിട്ട് എന്തായിരുന്നു? പരാമർശം ഇല്ലായിരുന്നു. അത് ശരിയാണ്. പിന്നെയോ 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ, ശ്രദ്ധിക്കണം, 76 42, പുതിയ കുട്ടികളാട്ടോ, ബാക്കിയുള്ളവർക്ക് അറിയാമെന്നറിയാം. അപ്പോൾ 76 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് രണ്ടും പഠിക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായവ ഏത്? ഇവിടെയും ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുമായി റിലേറ്റ് ചെയ്ത്? ദേശീയ ഗീതം. നോക്കാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള? ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. അത് കറക്റ്റാണ്. അപ്പോൾ ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. പിന്നെയോ ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ഇതിനുള്ളത്? ദേശീയ ഗീതത്തിന് ഉള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായത്. ഇവിടെയും ശരിയായവയാണ്. ഇതിനെപ്പറ്റി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഓക്കെ.
1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി ശരിയായത് ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി 1, 2, 4 ഏതൊക്കെയാണ് നമുക്ക് പഠിച്ചു പോവാം. ആദ്യം 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയാണ്. പിന്നെയോ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. പിന്നെ ചെയർമാൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഒന്നും കൂടി നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ശരിയായതാണ് നമ്മൾ പഠിക്കുന്നത്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ചെയർമാൻ്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്തത് 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരാണ്? 2024 ആരാണ്? എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ് 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എസ് സോമനാഥും ഭുവനേശ്വരിയും. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ കേട്ടെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എവിടെ നിന്നൊക്കെയാണ് PSC കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നത് എന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? എന്താ ക്വസ്റ്റ്യൻ? ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതാണ്? നമുക്ക് ആദ്യം പ്രസ്താവനകൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ വസ്തുക്കൾ ആർജിക്കുവാനുമുള്ള അവകാശം, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. പിന്നെയോ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. അപ്പോൾ ഇതിൽ നമ്മളോട് പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി 4. അപ്പോൾ 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തതാണ് ആ 4ാമത്തെ വരുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്, മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജിക്കുവാനുമുള്ള അവകാശമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് 3 ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 2024 ബ്രിക്സ് സമ്മേളനം നടന്നതെവിടെ? 2024 എവിടെയാണ്? റഷ്യ. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? റഷ്യയിലാണ്. കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ വീണ്ടും വന്നിട്ടുണ്ട്. ഏതാണ്? കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1812 കുറിച്യർ ലഹള ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്യർ കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതിലെന്താണ് ശരിയായ പ്രസ്താവന അല്ലേ? അപ്പോൾ ഇതിലേതാ ഓപ്ഷൻ വരും? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്നാമത്തെ 1812 നമ്മൾ പറഞ്ഞു ഇപ്പോൾ 2 തവണ. പിന്നെ കുറിച്യർ കുറുമ്പർ വിഭാഗത്തിൽപ്പെട്ടവരാണ് അല്ലേ നടത്തിയത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ഓപ്ഷൻ 2 തെറ്റിപ്പോയത്. പിന്നെ ശരിയായത് പ്രധാന നേതാവ് രാമനമ്പി ആയിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയുമാണ്. അതും ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ്? കേരളീയ സുഗുണബോധിനിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് സുഗുണബോധിനി. ഇനി വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായത് ഏതാണ്? വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് ഏതാണ്? നമുക്ക് നോക്കാം. വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. ഇതെല്ലാം ശരിയാണല്ലേ? അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാണ്? രാജസ്ഥാൻ. സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12.
അടുത്ത ചോദ്യം, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണ്? 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാട്, ചേലക്കര. ഏതാണ്? പാലക്കാടും ചേലക്കരയുമാണ്. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. അടുത്ത 40 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാലൻസും അതോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിലും ഞാൻ ഓർക്കുന്നുണ്ട്, ഡിഗ്രി ലെവലിലെ ബാലൻസ് വിത്ത് റിലേറ്റഡ് ഫാക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നന്നായി പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്